ഹലോ ഗൈസ്, പുതുവീഡിയോയിലേക്കും സ്വാഗതം. സോ ഗൈസ്, ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് ഡൽഹിയിലെ നീറ്റ് ഇഷ്യൂവിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് CJPയുടെ നേതൃത്വത്തിൽ. സോ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പലർക്കും വരുന്ന സംശയമാണ്, നീറ്റ് എക്സാം നടന്നു, പേപ്പർ ലീക്കായി, റീനീറ്റ് നടത്തി, അതും കഴിഞ്ഞു, റിസൾട്ടും വന്നു. സോ കുട്ടികൾ മാർക്ക് എടുക്കാത്തതിന് എന്തിന് ഈ പ്രൊട്ടസ്റ്റിന് പോകണം എന്നുള്ള കേസൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ നീറ്റ് 2 വട്ടം എഴുതിയിട്ടുള്ള ആളാണ്. പ്ലസ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പലർക്കും അതിനെക്കുറിച്ച് വലിയ അറിവില്ല. അതുകൊണ്ട് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ റീനീറ്റ് നടത്തിയിട്ടും എന്തുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്നുള്ളത് പോയിന്റ് നമ്പർ 1. അതിനെക്കുറിച്ച് ആദ്യം പറയാം. അപ്പോൾ റീനീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നീറ്റ് എക്സാം എഴുതി കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് എഴുതിയിട്ട് അവർക്ക് നല്ല സ്കോർ കിട്ടി അവർ ഓക്കെ ഈ എയിംസിൽ കിട്ടും അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിൽ കിട്ടും എന്നുള്ളൊരു ഐഡിയയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞിട്ട് അവർ എക്സാം നടത്തുന്നത്. അപ്പോൾ ഇവർ ഓൾറെഡി കഷ്ടപ്പെട്ട് പഠിച്ചത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഫുള്ള് ഒന്ന് കാമായിട്ട് ഇരിക്കുമ്പോഴാണ് ഇവർ എക്സാം നടത്തുന്നത്. ഓക്കെ, ഇപ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ. ഇനി ഞാൻ മെയിനായിട്ട് എന്തുകൊണ്ട് ഈ എക്സാം നടത്തിയപ്പോൾ അല്ലെങ്കിൽ എക്സാം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് സൂസൈഡ് ചെയ്തതിൻ്റെ മെയിൻ റീസൺസും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, നമ്മുടെ നാട്ടിലത്തെ കേസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ മിക്കവരും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? ഒന്നില്ലെങ്കിൽ 10th കഴിഞ്ഞ് +1 +2ൻ്റെ കൂടെ ഇപ്പോൾ ബ്രില്യൻറ്റിലോ പാലയിൽ ബ്രില്യൻറ്റിലോ എങ്ങാനും പോയി അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ട് സ്കൂളിൽ +1 +2 ക്ലാസ്സസിന് പോവും, തിരിച്ചു വരും, ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് അറ്റൻഡ് ചെയ്തിട്ട് അവിടുത്തെ ഹോസ്റ്റലിൽ തന്നെ രാത്രി 12 മണി വരെയൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യും. അങ്ങനെയാണ് ഇവർ എക്സാം എഴുതുന്നത്. പിന്നെ റിപ്പീറ്റർ ആണെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വീണ്ടും എക്സാം എഴുതും. പക്ഷേ നോർത്ത് ഇന്ത്യ, മോസ്റ്റ് റീജിയൻസ് ഓഫ് നോർത്ത് ഇന്ത്യ, കർണാടക, ആന്ധ്രാപ്രദേശ്, ഇപ്പോൾ സ്ലൈറ്റ്ലി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ള ഈ ട്രെൻഡ്. ബട്ട് ആന്ധ്രാപ്രദേശ് ആൻഡ് അതർ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഇവർ പാരൻസ് പിള്ളേരെ ചെറുപ്പം തൊട്ടേ ഡോക്ടറാക്കണം അല്ലെങ്കിൽ എൻജിനീയർ ആക്കണം എന്ന മൈൻഡ് സെറ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഏറ്റവും ലോവസ്റ്റ് ഞാൻ പറയുന്നത് 5th അല്ലെങ്കിൽ 6th തൊട്ട് തന്നെ ഇവർക്ക് നീറ്റ് കോച്ചിങ് അല്ലെങ്കിൽ JEEയുടെ കോച്ചിങ് അടക്കമുള്ള ക്ലാസ്സസിലേക്കാണ് ഇവർ പറഞ്ഞയക്കുന്നത്. അപ്പം തൊട്ടേ ഇവർ റാങ്ക് അടിക്കണം, നമുക്ക് എയിംസിൽ കിട്ടണം, നമുക്ക് ഡോക്ടറാവുന്നുള്ള സാധനം ഇങ്ങനെ കുത്തി കയറ്റി വെച്ച് കൊടുത്തിരിക്കുകയാണ്, പ്രഷർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കുട്ടികൾക്ക്. ചിലയിടത്തൊക്കെ LKG UKG തൊട്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ ട്രെയിനിങ് അത്രയും ഹൈ എൻഡ് പഠിപ്പിക്കുന്ന സ്കൂളുകളാണ് ഇവർ പാരൻസ് കൊണ്ടുപോയി ചേർക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ LKGയിൽ പഠിക്കുന്നതിനാട്ടും ഹൈ എൻഡ് കുറച്ചുകൂടി അധികം കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ LKG UKGയിലൊക്കെ ABCD ഇങ്ങനെ പഠിച്ച് തുടങ്ങുമ്പോൾ 1ാം ക്ലാസ്സിലേക്കൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി വാക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷേ ഇവർ LKG UKGയിൽ തന്നെ വാക്കുകളൊക്കെ ആയിരിക്കും പഠിച്ചു തുടങ്ങുന്നത്. എന്നിട്ട് അവർ 1ലേക്ക് വരുമ്പോൾ വാക്കുകൾ സെൻറ്റൻസ് ആവും. പിന്നെ അങ്ങനെ ഇൻക്രീസ് ചെയ്ത് നമ്മളിവിടെ പഠിക്കുന്നതിൻ്റെ 2 മടങ്ങ് എക്സ്ട്രാ ആയിരിക്കും അവിടെ അവർ പഠിപ്പിക്കുന്നത്. അങ്ങനത്തെ ഉണ്ട്. ഞാൻ അത്രയ്ക്കും ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ 5th 6th ഗ്രേഡ് തൊട്ട് തന്നെ ഇവർ എൻട്രൻസ് കോച്ചിങ് അടക്കമുള്ള സ്കൂളുകളിലാണ് ഇവർ ചേർക്കുന്നത്. അപ്പോൾ കുട്ടികൾ അപ്പോൾ തൊട്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാണ്. പ്രിപ്പയർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹോസ്റ്റലിലായിരിക്കും മിക്കവരും. അപ്പോൾ ഇവർ ക്ലാസ്സിൽ പോയിട്ട് പഠിച്ച് തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും ഈ ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ക്ലാസ്സസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ 6th പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് സയൻസ് പഠിക്കുകയായിരിക്കും, അതിൻ്റെക്കാട്ടും കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള സയൻസ് പഠിക്കേണ്ടി വരും. അങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്രയും ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരിക, കുളിക്കുക, ഫുഡ് കഴിക്കുക, വീണ്ടും ഇരുന്ന് പഠിക്കുക, 12 മണി ഇരുന്ന് പഠിക്കുക, കിടന്നുറങ്ങുക. ഈ ഒരു റുട്ടീനായിരിക്കും ഇവർ 6ാം ക്ലാസ് ഒക്കെ തൊട്ട് തന്നെ ഇവർ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ 10ന് ശേഷമായിരിക്കും ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, പഠിക്കും, ഇങ്ങനെ റുട്ടീനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഇവർ 5th 6th 7th ഒക്കെ തൊട്ട് തന്നെ ഈ പരിപാടി തുടങ്ങിയാണ്. അപ്പോൾ ഇത്രയും വർഷം ഇവർ പ്രിപ്പയർ ചെയ്തിട്ടാണ് നീറ്റ് എക്സാം എഴുതുന്നത്. എപ്പോൾ +2 കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം എഴുതുന്നത്. അപ്പം നിങ്ങൾ നോക്കി ഓക്കെ, ഇപ്പോൾ 5th വേണ്ട 6th വിചാരിക്കാം. അപ്പോൾ 6th 7th 8th 9th 10th 11th 12th 7 വർഷത്തെ പ്രിപ്പറേഷൻ ഒറ്റ എക്സാമിന് വേണ്ടി. എന്നിട്ട് ഇവർ ഈ എക്സാം കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ച് എഴുതിയിട്ട് മാർക്ക് വന്നു, നല്ല സ്കോറുണ്ട്. ഇവർ ഒരു കോളേജിൽ
മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ എയിംസിൽ ഇവർക്ക് കിട്ടും എന്ന് ഇവരെ ഉറപ്പിച്ച് പാരൻസ് ഹാപ്പി, പിള്ളേർ ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പോഴാണ് പേപ്പർ ലീക്കായി നിങ്ങൾ ഒന്നും കൂടി എഴുതണം എന്ന് പറയാം. അപ്പോൾ ഇവർ ഈ നീറ്റ് എക്സാം കഴിഞ്ഞ് ഇവർക്ക് എത്ര സ്കോർ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവർ റിലാക്സ് ചെയ്യാണ്. 7 വർഷത്തെ കഷ്ടപ്പാട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല, ഫാമിലി ഫങ്ഷൻസിൽ നിന്ന് പോവില്ല, ഫോൺ നോക്കൂല, TV കാണൂല, ഒരു പരിപാടിയില്ല. പഠിത്തം കൂടെ കൂട്ടുകാരന്മാരുടെ കൂടെ കളിക്കാൻ പോയി എടുക്കുക, ഒരു പരിപാടിയില്ല. ഇത്രയും 7 വർഷം ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടാണ് ഈ എക്സാം എഴുതുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി ഇവർ സമാധാനത്തിന് വേണ്ടി ഓക്കെ എവറിത്തിങ് ഈസ് ഓവർ, എവറിത്തിങ് ഈസ് സെറ്റിൽഡ്, അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം, ഇനി കുറച്ച് സിനിമ കാണാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് പുറത്തിറങ്ങി ലോകം കാണാം എന്നുള്ള പരിപാടിക്കൊക്കെ വേണ്ടി പാരൻസും ഹെൽപ്പ് ചെയ്തിട്ട് ഇവർ പുറത്തേക്ക് പോകുമായിരിക്കും. അപ്പോഴാണ് ഇവർ അറിയണ പേപ്പർ ലീക്കായി ഒന്നും കൂടി എക്സാം എഴുതണം. അപ്പോൾ ഇവർ ഇത്രയും ഹൈ പ്രഷറിൽ നിന്ന സാധനം ഇങ്ങനെ ലോ ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആയി വരുമ്പോഴായിരിക്കും ഇവർ വീണ്ടും എക്സാം എഴുതണമെന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രഷർ വീണ്ടും ടോപ്പിലേക്ക് എത്തണം. പക്ഷെ ഇവർക്കത് പറ്റൂല, പെട്ടെന്ന് ഈ സാധനം വീണ്ടും തിരിച്ചു കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവരാകെ സ്ട്രെസ്ഡ് ആവും. പിന്നെ പാരൻസിനെ പേടിച്ചിട്ട് ആണ് കുറേ പേര് സൂസൈഡ് ചെയ്തേക്കുന്നത്. കാരണം ഇനിയും എഴുതുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയില്ലെങ്കിലും എന്നുള്ള പേടി അവരുടെ വരും. കാരണം ഇത്രയും പ്രഷർ അത്രയും 7 വർഷത്തോളം ഇവർ പാരൻസ് കയറ്റി കൊടുത്തിട്ടുണ്ട്. ആ പ്രഷർ പെട്ടെന്ന് പേടിയായിട്ട് ഇവർ അയ്യോ ഇനി എന്നെ കൊണ്ട് പറ്റും തോന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവർ സൂസൈഡ് ചെയ്യും. ഇപ്പോൾ പ്രഷർ താങ്ങാണ്ട് ഇവർ എക്സാം സൂസൈഡ് ചെയ്തില്ല, ബട്ട് എക്സാം എഴുതിയാലും മുമ്പ് എഴുതിയ ഒരു പക്ക ഒരു സംഭവത്തിൽ ഇവർക്ക് എഴുതാൻ പറ്റൂല. കാരണം ഇവർ റിലാക്സേഷൻ മൂഡിലേക്ക് പോയി. ആ റിലാക്സേഷൻ മൂഡ് ഇവർ എടുത്തില്ലെങ്കിൽ ഇവിടെ ആകെ മൊത്തത്തിൽ കോളാവും. കാരണം 7 വർഷം കഷ്ടപ്പെട്ട് നിന്ന് പഠിച്ചതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം റീ എക്സാം എന്ന് പറഞ്ഞാലും കാര്യമില്ല. അപ്പോഴും ഗുണം കിട്ടുന്നത് ആർക്കാ? പേപ്പർ ലീക്കിലൂടെ മാർക്ക് നേടിയവർക്ക് വീണ്ടും മാർക്ക് നേടാം. പഠിച്ച് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചു വന്നവർക്ക് ആകെ ടെൻഷൻ അടിച്ച് അവർ ഭ്രാന്താണ്. ഇപ്പോൾ 2 കൊല്ലം പഠിച്ചാൽ പോലും അവർക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം അവർ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് 2 കൊല്ലം ഫുൾ ഫോക്കസ്ഡ് വേറെ പരിപാടിക്ക് പോകാണ്ട് നിൽക്കുമ്പോൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ട് ഒരു എക്സാം എഴുതിയിട്ട് പിന്നെ റിലാക്സ് ചെയ്യുമ്പോഴേക്കും വീണ്ടും എക്സാം വയ്ക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ തലേദിവസം എക്സാമിന് ഇരുന്ന് പഠിക്കുന്ന സെറ്റപ്പ് അല്ല ഇത്, വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിക്കുക 2 വർഷമല്ലേ പോയുള്ളൂ, അതിനിപ്പോൾ വീണ്ടും എക്സാം വെച്ചാൽ ഇവർക്ക് എന്താ പ്രശ്നമെന്ന്. പക്ഷേ ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ അങ്ങനെയല്ല അവസ്ഥ. അവർ ചെറുപ്പം തൊട്ടേ പാരൻസ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള സംഭവമാണ് ഈ നീറ്റ് ക്ലിയർ ചെയ്യുന്നത്. അന്നോട്ടേ ഇവർ പഠിച്ചു തുടങ്ങിയാണ്. ഇവർക്ക് അത്രയും പ്രഷർ, ഹൈ പ്രഷറിലാണ് ഇവർ പഠിച്ച് ഈ എക്സാം എഴുതിയിട്ട് പിന്നെ ഫ്രീ ആവുന്നത്. ആ ഫ്രീ ആവാൻ കിട്ടുന്ന ടൈമിൻ്റെ ഇടയ്ക്കാണ് ഇവർ വീണ്ടും എക്സാം വയ്ക്കുന്നത്. അപ്പോൾ ഇവരാകെ മെൻ്റലി എക്സോസ്റ്റഡ് ആവും. ആകെ ഒരു ഡിപ്രഷൻ മോഡിലേക്കാണ് ഇവർ പോകുന്നത്. അങ്ങനെയാണ് കുറേ പേര് സൂസൈഡ് ചെയ്തേക്കുന്നത്. ആ ഡിപ്രഷൻ മോഡിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് പഠിക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല, ആകെ ഒരു മൂഞ്ചി അവസ്ഥയായിരിക്കും. അപ്പോൾ വീണ്ടും എക്സാം വെച്ചിട്ട് ഇവർക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റൂല. അതാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഈ എക്സാമിന് ഇവർ ചെയ്യണ ചെക്കിങ്ങിൻ്റെ മോനെ അനുഭവിച്ചിട്ടുള്ള കാര്യം പറയാം. ഞാൻ ഒരാളായിട്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. കുറേ വാച്ച് ഒന്നും ഇടാൻ പറ്റൂല. പിന്നെ ഡ്രസ്സ് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യണം. ഡ്രസ്സ് പാൻറ്റ് അവിടെ ഇവിടെ മൊത്തം ചെക്ക് ചെയ്യും. ഗേൾസിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട, എവിടെയൊക്കെയാണ് ചെക്ക് ചെയ്യാത്തതെന്നുള്ളതില്ല, അതുപോലെ ചെക്ക് ചെയ്യും. ഇന്നർ വെയർസ് വരെ ചെക്ക് ചെയ്യും. അത്രയും സീനായിട്ട് ഈ എക്സാമിന് അവർ സെക്യൂരിറ്റി നോക്കിയിട്ട് ആ പേപ്പറാണ് ലീക്കാവുന്നത്. അപ്പം എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് വന്നിട്ട് ഇത്രയും ചെക്കപ്പും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറി എക്സാം എഴുതി മാർക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് പേപ്പർ ലീക്കായേക്കാം. എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ പറ, റീ എക്സാം എഴുതിയോണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഇതിന് പ്രൊട്ടസ്റ്റ് ചെയ്തേ പറ്റൂ. ഇത്രയും വർഷം അത് പൈസക്കാരാണെങ്കിൽ കുഴപ്പമില്ല, പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ആണ് മൊത്തം പോകുന്നത്. ചെറിയ ഫാമേഴ്സ് പോലെയാണ് മക്കളെ ഡോക്ടറെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് കാർഷിക ലോൺ വരെ എടുത്തിട്ട് പഠിപ്പിക്കുന്നത്. എന്ത് കാരണം? അപ്പുറത്ത് ബിസിനസ്സാൻ്റെ മോള് ഈ ലെവലിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് റാങ്ക് കിട്ടണമെങ്കിൽ ഫാർമറിൻ്റെ മോളായാലും അത്രയും കാശ് ചിലവാക്കിയാലേ കിട്ടുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. കാരണം അത്രയും കോമ്പറ്റീഷനാണ് അവിടെ. നമ്മുടെ നാട്ടിലത്തെ സെറ്റപ്പ് അല്ല.
അവിടുത്തെ അപ്പനമ്മമാർക്ക് അത്രയും എഡ്യൂക്കേഷനും ഉള്ളൂ. അപ്പോൾ അവർ അവരുടെ മക്കൾക്ക് ടോപ്പ് ലെവൽ എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇതിനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡെയിലി വേജ് ആയാലും എന്ത് മാങ്ങിക്കായാലും കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കി പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവരെങ്ങനെ സഹിക്കും? സംഭവമാണ് ഇപ്പം നടന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ പ്രൊട്ടസ്റ്റിന് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് മെയിൻ റീസൺ. നമ്മുടെ നാട്ടിൽ പലർക്കും ഈ സംഭവം അറിയില്ല. എൻ്റെ അടുത്ത് നേരിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുക. കാരണം ഇങ്ങനെ നീറ്റിന് പ്രിപ്പയർ ചെയ്തവരെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവർക്കറിയാവുന്ന അവരുടെ റിലേറ്റീവ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഇങ്ങനെ വർഷങ്ങളോളം 7 വർഷം 5 വർഷത്തോളം ഒക്കെ ഇവർ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാണ് ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. നമ്മുടെ നാട്ടിൽ പലർക്കും അത് അറിയില്ല. എന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കാൻ വരുന്നല്ലേ. ഈ എക്സാം ഒരു വട്ടം എഴുതിയിട്ടുള്ളവരാരും ഇങ്ങനെ പറയില്ല, അത് വേറെ കാര്യം. സോ ഇത്രയും കാര്യങ്ങളുണ്ട് ഈ ഒരു സംഭവത്തിൽ. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്. സോ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്